ഇവിടെ കൊല്ലം ജില്ലയിൽ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ പൂതക്കുളം കൃഷിഭവന് സമീപത്തായിട്ട് അതിദാരുണമായ 2 കൊലപാതകങ്ങളും അതുപോലെ തന്നെ ഒരു ആത്മഹത്യാ ശ്രമവും നടന്നിരിക്കുന്നു. ഗൃഹനാഥൻ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗൃഹനാഥനും മകനും അത്യാസന്ന നിലയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരുമൊക്കെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. അതിക്രൂരമായ ഒരു കൊലപാതകം ഇവിടെ നടന്നിരിക്കുന്നു. വിജിത്ത് എന്നു പേരായ ഗൃഹനാഥൻ ഭാര്യയായ പ്രീതയ്ക്കും ശ്രീനന്ദ എന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്കും +2 പരീക്ഷ എഴുതി നിൽക്കുന്ന ശ്രീരാജ് എന്ന 17 വയസ്സുള്ള മകനുമാണ് വിഷം നൽകിയ ശേഷം കഴുത്ത് അറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിൽ ഭാര്യയും മകളും ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. മകൻ കൊട്ടിയത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും ഈ ഗൃഹനാഥൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അഡ്മിറ്റ് ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് തെളിവായിട്ടില്ല. തുടർന്നുള്ള പോലീസിൻ്റെ അന്വേഷണത്തിലും മറ്റും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലും ഒക്കെ അരങ്ങേറി തുടങ്ങിയിരിക്കുന്നു. എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. കടബാധ്യത അങ്ങനെ ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല. ഇതിനെപ്പറ്റി എന്താണ് ഈ ശ്രീജിത്തിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായം നാട്ടിൽ? ശ്രീജിത്തിനെ കുറിച്ചും വളരെ അങ്ങനെ മോശമായിട്ട് ആരും ഒന്നും പറയാറില്ല. പെൺകുട്ടി പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജൻ്റാണ്. ഞാൻ ഇന്നലെയും നേരിട്ട് കണ്ടിരുന്നു. ഇന്നലെ ബാങ്കിൽ ജോലിക്കുണ്ട്. ശ്രീജിത്തിൻ്റെ ഭാര്യ പ്രീത ഇന്നലെ ഞാൻ കണ്ട് സംസാരിച്ചതാണ്. പിന്നെ മറ്റുള്ള യാതൊരു വിഷയങ്ങൾ അറിയാൻ വയ്യ. അതിനിപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിന് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആൾ കുടിക്കുന്ന രാവിലെ ഒരു 7:30 മണിയപ്പോൾ ആൾ കുടിക്കുന്നതാണ് ഞാൻ വന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് സംഭവം ഭാഗത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഈ നിലയിൽ കിടക്കുന്നത്. 3 പേര് ഒരു ബെഡിൽ കിടക്കുന്നു. കടുത്ത അറ്റ രീതി ആണ് കിടക്കുന്നത്. അവർ 3 പേര് 3 മക്കൾ 2 മക്കളും തള്ളയും ബെഡിൽ കിടക്കുകയാണ്. അവർ 2 ഓർമ്മയില്ല കിടക്കുക തന്നെ. എനിക്കവിടെ നിൽക്കാൻ വയ്യ. ബ്ലഡ് കണ്ടപ്പോൾ എനിക്കൊരു മാതിരി വല്ല തലകറങ്ങിക്കൊണ്ട് ഞാൻ അപ്പോഴേ വെളിയിറങ്ങി. കാണാൻ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അല്ലാതെ ഈ കൂടുതൽ വേറെ ഒന്നും അറിയില്ല. എനിക്ക് കുടുംബം അങ്ങനെയായിട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇല്ല അങ്ങനെയൊന്നും അറിയില്ല. നമുക്കറിയില്ല. കടബാധ്യതയുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള നമുക്ക് അറിയില്ല. അത് നല്ല സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. കുട്ടികളെ എത്ര ക്ലാസ്സിലാണ് പഠിച്ചത്? മോള് 8ലാണ്. 8ലും +2 പരീക്ഷ എഴുതിയിട്ട്. മരണപ്പെട്ട സ്ത്രീ അടുത്തുള്ള ഒരു ഷോപ്പിൽ ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തിയിരുന്നു. കൂടാതെ പൂതക്കുളത്തെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ കളക്ഷൻ ഏജൻ്റായി വർക്ക് ചെയ്യുന്നതായിട്ടും അറിവായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഈ കുട്ടികൾ രണ്ടും അത് നല്ല മിടുക്കന്മാരായി പഠിക്കുന്നവരാണെന്ന് സുഹൃത്തുക്കൾ ഓർക്കുന്നു. ഈ സംഭവം നടന്ന സംഭവം അവൻ്റെ അച്ഛൻ എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. നമ്മൾ കേട്ടപ്പോൾ വളരെയായിട്ട് ഷോക്കായിരുന്നു. വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ GHSS പൂതക്കുളം. പഠിക്കാൻ നല്ലോണം പഠിക്കുമായിരുന്നു. പെങ്ങളും ഈ സ്കൂളിൽ തന്നെ 2 നല്ലോണം പഠിക്കുമായിരുന്നു. നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം.
എന്തായാലും ഭാര്യയും മകളും മരണത്തിന് കീഴടങ്ങി. മകൻ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. മകൻ്റെ ജീവനെങ്കിലും രക്ഷപ്പെടും എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.